ഒരു പ്രവാസിയുടെ 22 വർഷത്തെ സ്വപ്ന സാക്ഷാത്കാരത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. മലപ്പുറത്തെ മഞ്ചേരിയിലുള്ള ആമയൂർ എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു സാമൂഹ്യ പ്രവർത്തകനും അതിലുപരി സൗദി പ്രവാസി വ്യവസായിയുമായ താഹിർ ആമയൂരിൻ്റെ പുതിയ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇത്തവണത്തെ മൈഫിനടുത്തിൻ്റെ എപ്പിസോഡിൽ. നമസ്കാരം. താങ്ക് യു. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സിറ്റ് ഔട്ട് തന്നെ അതിവിശാലമായതാണ് തീർത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ സൗകര്യങ്ങൾ വീടിനുള്ളിൽ പ്രതീക്ഷിക്കുന്നു. തികച്ചും നല്ലൊരു സൗകര്യങ്ങളുള്ള വീട് തന്നെയാണ് പണിതിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് കാണാം. ഒന്ന് കാണാം. ലൈറ്റൊക്കെ ഇത് സെപ്പറേറ്റ് നമ്മൾ ചെയ്യിച്ചാണോ ഇതൊക്കെ? ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യിച്ചാണ്. ആണോ? ഇത് തടി ഏതാ തരുന്നത്? ഇത് തേക്കാണ് തരുന്നത്. തേക്ക്. ഓക്കെ. ഒരു വീടെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഒരു സ്വപ്നമാണല്ലോ. അതുപോലെ എനിക്കൊരു സ്വപ്നമായിരുന്നു ഒരു കുഴപ്പമില്ലാത്തൊരു വീട് ഉണ്ടാവണം എന്നുള്ളത്. ഏകദേശം ഒരു 20 വർഷം മുമ്പ് നമ്മൾ വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ വീടായിരുന്നു. ഇപ്പം മക്കളൊക്കെ വലുതായി. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാത്തൊരു വീടായിരുന്നു പഴയത്. അപ്പോൾ അവരും കൂടിയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീടൊന്ന് പുതുക്കി പണിത്. ഒരു നേരത്തെ ഉണ്ടായിരുന്ന 3 ബെഡ്റൂമാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ 5 ബെഡ്റൂമിലേക്ക് ഉയർത്തിയിട്ട് ഒന്ന് വിപുലീകരിച്ച് റിവൈൻഡ് ചെയ്തതാണിത് വീട് സത്യത്തിൽ. സോഫ ഇത് നമ്മളൊരു ഹൈടെക് കൊടുത്ത് ഫർണിഷിംഗ് കടയിൽ നമ്മളൊരു മോഡൽ കൊടുത്ത് അവരെ കൊണ്ട് ഉണ്ടാക്കിച്ചാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് റെക്സിങ് ക്ലോത്ത് ആണ്. ഇതിൽ എന്തെങ്കിലും അഴുക്കോ വെള്ളമൊക്കെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ആ ലൈറ്റ് കിടക്കുന്നത്. പഴയ കൊട്ടാരത്തിനെയൊക്കെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന ഒരു പഴയ സിനിമകളിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് എവിടെ നിന്ന്? ഇത് നമ്മൾ സൗദിയിൽ നിന്ന് പ്രത്യേകം നമ്മൾ കൊണ്ടുവന്ന നമ്മൾ കാർഗോ അയച്ചതാണ്. ഇത് അവിടെ സൗദി അറേബ്യയിൽ ഒട്ടുമിക്ക വീടുകളിലും അതേപോലെ നമ്മളെ പള്ളികളിലൊക്കെ ഒരു 90% പള്ളികളിലും ലൈറ്റ് ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് ഈ LED റൗണ്ട് വലുതായിട്ട് വരുന്നൊരു പ്രത്യേക. ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ പിന്നെ മാർക്കറ്റിലുകളൊന്നും അത്ര വലിയ അവൈലബിൾ അല്ലല്ലോ. ഇതൊക്കെ നമ്മൾ സൗദിയിൽ നിന്ന് ഇറക്കുമതി തന്നെയാണ്. കാർഗോ അയച്ച സാധനമാണ്. അതുപോലെ നമുക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടപ്പോൾ ഒരു സാധനം എടുത്തു എന്ന് മാത്രം. ഇത് ഡിസൈനിക്ക് നമ്മൾ ഒരുപാട് വീടുകൾ നമ്മൾ വീട് വെക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് വീടുകൾ ഒത്തിരി സ്നേഹിതന്മാരെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കൂടെ കണ്ടപ്പോൾ ഒരുപാട് പിന്നെ ഇതിൽ വർക്ക് ഇതൊക്കെ കണ്ട് നമ്മൾ എഞ്ചിനീയർ അടുത്ത് പോയി ഇരിക്കുമ്പോൾ നമ്മൾ തന്നെ അവന് കുറേ മോഡൽ കാണിച്ചു തരും, കുറേ സംഗതികൾ. അപ്പോൾ നമ്മൾ നമ്മളായിട്ടുള്ളൊരു ഇത് നമ്മൾ പറയും. അങ്ങനെ രണ്ടും കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഒരു രൂപത്തേക്കായി കുഴപ്പമില്ലാതെ തോന്നി. അങ്ങനെയാണ് പിന്നെ നമ്മളിത് വർക്ക് സ്റ്റാർട്ട് ചെയ്യണത്. വാഷ് ബേസിന്. ഓക്കെ. കണ്ണാടിക്ക് കണ്ടിട്ട് എന്തോ ഒരു പ്രത്യേകത ഉള്ളവർ തോന്നുന്നുണ്ട്. ഇത് എന്താ വെച്ചാൽ ഇതൊരു LED ആണ് സംഗതി. പിന്നെ ഇതൊക്കെ ഇപ്പം എല്ലാ വീടുകളിലും ഉണ്ട്, ഒട്ടുമിക്ക വീടുകളിലും കാണുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ. പക്ഷേ ഇതും വെറൈറ്റി ആയിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും. ഡൈനിങ് ഒരു 6 പേർക്ക് ഭക്ഷണം കഴിക്കാനില്ല. എനിക്ക് തോന്നുന്നു 2 ചെയർ തൊട്ട് 8 പേർക്ക് എക്സ്ട്രാ. അതെ അതെ, മാക്സിമം 8 പേർക്ക് ഇരിക്കാം. 8 പേർക്ക് ഇരിക്കാൻ പറ്റും. പറഞ്ഞില്ലേ, ഏകദേശം ഒരു 3 മാസത്തോളമായിട്ടുണ്ടാവും പിന്നെ ഇതിൻ്റെ ഡിസൈനിങ് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അധികവും ഞാനിവിടെ ഉണ്ടാവാത്ത ഒരാളാണ്, പ്രവാസിയാണ്. അപ്പോൾ പിന്നെ ഫോണിലൂടെ ആയിരിക്കും അധികം ഞാൻ ഇവരൊക്കെയായിട്ട് ഡീൽ ചെയ്യണത്. അപ്പോൾ ഒരു പുതിയൊരു ഡിസൈന് ഓരോ ഭാഗത്തും ഓരോരോ മോഡലാകുമ്പോൾ അവരെനിക്ക് അയച്ചു തരും വാട്സപ്പിൽ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഓക്കെ പറയും. ചിലത് നോക്കിയിട്ട് ശരിയല്ല, മറ്റേ കോലത്തിൽ വേണം, അല്ലെങ്കിൽ വേറെ കോലത്തിൽ വേണം എന്ന് അഭിപ്രായം പറഞ്ഞു കൊടുക്കും. അപ്പോൾ വീണ്ടും അവർ ഡിസൈൻ ചേഞ്ചാക്കി മാറ്റിയിട്ട് അയച്ചു തരും. അങ്ങനെയാണ് ഒരു 3 മാസത്തോളം എടുത്തിട്ടുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, ഡിസൈൻ സെറ്റ് ചെയ്തിട്ട് വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ മാർബിൾ ആണോ? ഇത് മാർബിളാണ്. ശരി, അതിന് കണക്കാക്കിയിട്ട് ലൈറ്റാണ് ഇതിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. റൗണ്ട് ടേബിളിന് കണക്കാക്കിയിട്ട് ഒരു റൗണ്ട് ലൈറ്റാണ് ഇതിന് നമ്മൾ. ഇത് നമ്മളെ ചില വീടുകളൊക്കെ നമ്മൾ കണ്ടുവരാറില്ല. നമ്മൾ നിക്കാല എന്ന് പറയും. നിക്കാല എന്നാണ് അല്ലേ പൊതുവെ പറയപ്പെടാറ്. അങ്ങനെയാണ്.
പുറത്തുനിന്ന് ആളുകളൊക്കെ വരുമ്പോൾ അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ ഒന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ മനസ്സിലായി. സാധാരണ ഗതിയിൽ നമുക്ക് ഓപ്പൺ കിച്ചൺ എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് വരും. ഇതിപ്പോൾ ഒരു ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി മാത്രമേ അതിന് വേണ്ടി ഉണ്ടാക്കിയത്. എനിക്കൊന്ന് വീട്ടിലെ ഓൾമോസ്റ്റ് എല്ലാം തേക്ക് തന്നെ. തേക്കിന്റെ നമ്മൾ ഡോറുകൾ, അതേമാതിരി വാതിൽ കട്ടിലുകൾ, സ്റ്റെയർ കേസ് ഒക്കെ നമ്മൾ പിന്നെ തേക്കിന്റെ. 1.5 വർഷം മുമ്പ് ഫ്രണ്ട്സിന്റെ മക്കളെ ഫ്രണ്ട്സുകളൊന്നും ആരും കൂടി കൊണ്ടുവരൂല. എത്തപ്പിച്ച് സൗകര്യമല്ല വീട്ടില്, അത് വേണ്ട പിന്നെ ആവാം. ഇപ്പൊ ഈ വീടായപ്പം മോന്റെ പിന്നെ ഫ്രണ്ട്സുകൾ തന്നെ ബാംഗ്ലൂരും കാലിക്കറ്റും 150 പിള്ളേർ ഹൗസ് വാമിങ്ങിന് വന്നിട്ടുണ്ട്. കാരണം അവർക്ക് അത്ര ഹാപ്പിയായി മക്കള്. അവിടെ നമുക്ക് മൊത്തം 5 ആണ്. നമുക്ക് വീടിന് ടോട്ടല് 5 ബെഡ്റൂം ഉണ്ട്. താഴെ 2 ബെഡ്റൂം ഉണ്ട്, മുകളിൽ 3 ബെഡ്റൂം ഉണ്ട്. ഈ 5 ബെഡ്റൂമും നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഒരു ബെഡ്റൂം ഇപ്പൊ ഇതാണ്. ടേബിള് നമുക്ക് എമർജൻസി ആയിട്ടുള്ള പിന്നെ കീ, വെഹിക്കിളിന്റെ കീ, സാധനങ്ങളൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ചെറിയൊരു ക്യാബിൻ ഉണ്ടാക്കി വെച്ചാണ്. ഇത് ബാത്റൂമാണ്. കണ്ടാലും ഇത് തോന്നുന്നു ഇന്ത്യയിൽ ഡോറും ബാത്റൂമും ബെഡ്റൂമും ഒക്കെ ഒരേ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂം അതേപോലെ ഇതൊരു ബെഡ്റൂമാണ്. പിന്നെ മുകളിൽ കയറാം. മുകളിൽ കയറുമ്പോ ഈ സ്റ്റെപ്പിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മള് ലൈറ്റ് കണ്ടില്ലേ, ഇത് നമ്മള് സ്കാനർ. രസമായില്ലേ? നമ്മളിങ്ങനെ കാലം ഒന്ന് വെക്കുമ്പോൾ ഓരോ സ്റ്റെപ്പും നമ്മൾ കയറി കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അത് കട്ടാവും. വീണ്ടും ആരെയും കാല് വെക്കുമ്പോ വീണ്ടും അത് കത്തും ചെയ്യും. ഇവിടെ നമ്മൾ വലിയൊരു ഗ്ലാസ് ആണത്. നമ്മളൊരു വലിയൊരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു നല്ലൊരു വ്യൂ ആണ്. തുറന്നാൽ പുറത്തേക്ക് നൈറ്റൊക്കെ നല്ല വൈബായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതുപോലെ ഇവിടെ ഇങ്ങോട്ടൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് നമ്മൾ. അവിടെ നമ്മൾ വന്ന് അങ്ങനെ മൊത്തം കാണാനൊക്കെ നമുക്ക് 2 ചെയറൊക്കെ സെറ്റ് ആസ്വദിക്കാൻ പറ്റിയ വൈകുന്നേരമൊക്കെ ഈവനിങ് വൈബ് നല്ല വൈബാണ്. മുകളിൽ ഗ്ലാസ് അല്ലേ? മുകളിൽ ഗ്ലാസ് ആണ്. മഴയൊക്കെ ആണെങ്കിൽ നല്ല വൈബായിരിക്കും, നല്ല രസമായിരിക്കാൻ. തീർച്ചയായിട്ടും ചെലവിൽ ആ ശബ്ദം കേട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരിക്കും. ഇത് ഒരു വെറൈറ്റി ആണ്. ഇതൊരു രസകരമായ ഒരു പാലാണ്. ഇതൊരു ചെറിയൊരു പാലം. ഇവിടെ ലൈറ്റ് ഉണ്ടല്ലേ? അവിടെ സ്റ്റെപ്പിന് സ്കാനർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മള് താഴത്ത് ആരെങ്കിലും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആരാന്ന് കാണാൻ പറ്റുമല്ലോ, സംസാരിക്കാനും നല്ലൊരു വ്യൂ ഉണ്ട്. ഇതിന്റെ ശരിക്കും ഇതിന്റെ ലൈറ്റിന്റെ ഭംഗി ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ആ കർട്ടൻ അത് റിമോട്ടാണ് ഓൾറെഡി. റിമോട്ടാണ് കർട്ടൻ. ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടാണ് ഓരോ ലൈറ്റും വന്നിട്ടുള്ളത്. അതെ, ഏകദേശം ഒരു കോമ്പി ആയിട്ടാണ് അതൊക്കെ സെറ്റ് ചെയ്തത്. എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇത് നമ്മൾ കാർഗോ അയച്ചാണ്. ഇത് പൊട്ടിക്കാതെ ഇവിടെ കൊണ്ടുവന്ന് നിൽക്കാൻ സമ്മതിക്കും. വളരെ നമ്മൾ പ്രത്യേകം പാക്ക് ചെയ്താണിത്. ലൈറ്റിന് പ്രത്യേകം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രവാസിയല്ല. അപ്പോൾ നമ്മൾ ഈ പിന്നെ മൊത്തത്തിൽ ഒരുവിധം GCC രാജ്യമൊക്കെ നമ്മൾ കറങ്ങിയതാണ്. ഒരുപാട് ദുബായ് ആയാലും മറ്റേ സ്ഥലങ്ങൾ നമ്മൾ പോയതാണ്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ലൈറ്റാണ് അവിടത്തേക്ക്. നിങ്ങൾക്ക് എത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ പൊതുവെ പുറത്ത് പോകുമ്പോഴൊക്കെ എവിടെയാണെങ്കിലും ഈ ലൈറ്റാണല്ലോ ഏറ്റവും. ഏതൊരു ഓഫീസിൻ്റെ ആണെങ്കിലും വീടിൻ്റെ ആണെങ്കിലും പിന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ മൊത്തമാണെങ്കിലും പിന്നെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലൈറ്റുമലാണ് ഇവരൊക്കെ അറേഞ്ച്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഞാനും ആഗ്രഹിച്ചൊരു വീട് വെക്കുമ്പോൾ നല്ല അടിപൊളി ലൈറ്റുകളാവണം. ഇവിടെ എൻ്റെ കുറേ ഫ്രണ്ട്സുകൾ വന്നു. അവരൊക്കെ പറഞ്ഞു ഈ ലൈറ്റ് കൊടുന്നാണ് പർച്ചേസ് ചെയ്തത്. ഞാൻ സൗദിയിൽ നിന്ന് കൊടുക്കുന്നത്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 ലക്ഷം രൂപയുടെ ലൈറ്റ് ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നത്. കാർഗോ അയച്ചതാണ്. അപ്പോൾ അവരിതൊക്കെ പൊട്ടണ ലൈറ്റാണ് എത്തില്ല, അതൊക്കെ ഫുള്ള് ചില്ലാണത്. പക്ഷെ ഞാനത് എക്സ്ട്രാ പിന്നെ ബോക്സ് മരത്തിൻ്റെ ബോക്സ് അടിച്ചിട്ടാണ് ഞാൻ കാർഗോ അയച്ചത്.
കാർഗോ അയക്കാൻ വേണ്ടി മാത്രം എനിക്ക് ഓൾമോസ്റ്റ് 1 ലക്ഷം റുപ്യോളം എനിക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പിന്നെ ഇവിടെ TV ഉണ്ട്, ചെറിയ TV സെറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഇന്നലെ കൊണ്ടുവന്ന് തെറ്റിയാന്ന് പറഞ്ഞാണ് ആളെന്തായാലും. ഇത് പിന്നെ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. ബാച്ചിലർ റൂമിൽ ഞാൻ ഒത്തിരി താമസിച്ച ആളാണ്. അപ്പോൾ നമ്മൾ 10 ആൾ അല്ലെങ്കിൽ 8 ആൾ അല്ലെങ്കിൽ 6 ആളൊക്കെ എല്ലാം റൂമിൽ താമസിക്കുമ്പോൾ നമുക്കറിയാം ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ. ബാത്റൂം ആണെങ്കിലും ഇതൊന്നും വേണ്ടത്ര നമുക്ക് ഫെസിലിറ്റീസ് ഇല്ലല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെപ്പോഴും ആലോചിക്കുമ്പോൾ മക്കൾക്ക് ആകുമ്പോൾ ഇപ്പോൾ മറ്റൊരു ബെഡ്റൂമിൽ ബാത്ത് അറ്റാച്ച്ഡ് വേണം, ഓരോ പിന്നെ ബെഡ്റൂമിനും ബാത്റൂം സൗകര്യവും കാര്യം വേണം. അപ്പോൾ അതൊക്കെ ആ രൂപത്തേക്കൊക്കെ മാറുന്നത് പിന്നെ സത്യത്തിൽ പ്രവാസത്തിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവമാണ്, എക്സ്പീരിയൻസ് ആണ്. ബെഡ്റൂമിനൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഓരോ ബാൽക്കണികളുണ്ട്. ഇതിനിപ്പോൾ ഒരു ബാൽക്കണി, അപ്പം മുകളിലത്തെ നിലയിലെ 2 ബെഡ്റൂമിൽ നിന്ന് ഓപ്പൺ ചെയ്ത ബാൽക്കണിക്കാണ്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ, നല്ല തണുപ്പുണ്ടാവും. അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചു. ഇവിടെ പൊതുവേ ഒരു നല്ലൊരു നല്ല കൂളിംഗ് ആണ്, മരമല്ലേ. അതെ, അതിൻ്റെ ഒരു നല്ല കൂളിംഗ് ആണ്. എത്ര സെന്റ് ഉണ്ട് ഇവിടെ? ഇത് നമുക്ക് 10 സെന്റാണ് സ്ഥലം. 10 സെന്റ് മുഴുവൻ വീട് തന്നെയാണ്. 10 സെന്റിലും 3000 സ്ക്വയർ ഫീറ്റ്. അല്ല, ഇനിയിപ്പോ ബാക്കിലേക്കൊക്കെ ഇതുണ്ടായിരുന്നു, വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാമല്ലോ അല്ലേ? ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാൻ അടുക്കള ഒന്ന് കാണിച്ചു തരാം. അടുക്കള ഓക്കെ, ഫുള്ള് കബോർഡൊക്കെ കവർ ചെയ്തിട്ടുണ്ട്, വർക്കാണ് ചെയ്തിട്ടുള്ളത്. അടുപ്പ് വരുന്ന അവിടെ അല്ലേ? അടുപ്പ് വരുന്ന അവിടെയാണ്. ഫ്രിഡ്ജാണത്, നല്ല ഡബിൾ ഡോറിന്റെ ഫ്രിഡ്ജ്. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ്, 2 ആൾക്ക് വേണമെങ്കിൽ ഭക്ഷണം അടുക്കളയിൽ ഇരുന്ന് അത്യാവശ്യം കഴിക്കണമെങ്കിൽ ഇരുന്ന് കഴിക്കാനുള്ളൊരു സംവിധാനം അറേഞ്ച് ചെയ്ത് അതുകൊണ്ട് മാർബിൾ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൽ ഗ്യാസ് സ്റ്റവ് ആണ് ഇത്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് നല്ല എയർ കിട്ടാനുണ്ട് അല്ലേ? തുറക്കാൻ പറ്റുമല്ലോ അല്ലേ? തുറക്കുന്ന ടൈപ്പാണ്. ഇവിടെ നമ്മൾ ഡിഷ് വാഷ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഡിഷ് വാഷ് നമുക്കൊരു 15 പ്ലേറ്റ് വരെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കഴുകിയിട്ട് ചൂടുവെള്ളത്തിലിട്ട് തരും. ഭക്ഷണം കഴിച്ച പാത്രം നമുക്ക് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നമ്മളൊന്നും ചെയ്യണ്ട. വൃത്തിയാക്കി കഴുകി ചൂടുവെള്ളത്തിൽ പക്ഷെ നമുക്ക് തിരിച്ചു തരുന്നത്. കബോർഡ് മാക്സിമം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കിച്ചണിൽ വേണ്ടത് അതാണ്. കാരണം വെളിയിലൊന്നും അലങ്കോലപ്പെട്ട് കിടക്കാതിരിക്കാനായിട്ട് എല്ലാം എന്തും നമുക്ക് ഉള്ളിലെടുത്ത് വെക്കല, പുറത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇവിടെ ഒരു വാഷ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലേഡീസിനൊക്കെ ഇനി കഴിയണമെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ ഒരു വാഷ് സ്പേസും കൊടുത്തിട്ടുണ്ട്. നോർമലി അങ്ങനെ അടുക്കളയിലൂടെയും വാഷ് ബേസിന് സെപ്പറേറ്റ് വരുന്നത് പാത്രം കഴിയാനുള്ളൊരു നമ്മൾ അടുക്കളയിൽ ഒരു വാഷ് ബേസിന്റെ ആയിക്കോട്ടെ സ്ത്രീകൾക്ക് ചെയ്യാൻ. ഇവിടെ സ്പേസ് കാണുന്നുണ്ട്. ഇവിടെ നമ്മള് മറ്റേ വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യലാണ്. വാഷിംഗ് മെഷീൻ വരാറുണ്ട്. അപ്പോൾ ശരിക്കും മലപ്പുറം ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ മൊഞ്ചുള്ള വീട് നമുക്ക് പെരുത്തിഷ്ടായിരിക്കും. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഏതായാലും അത്ര നന്നായിട്ട് ഇഷ്ടം. നമ്മൾ ഒരുപാട് എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വീട് തന്നെയാണ്. ഏതായാലും ഉമ്മയുടെ സ്വപ്നങ്ങൾ അതുപോലെ തന്നെ മക്കളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്ന ഇക്കയ്ക്ക് ബിസിനസ്സിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുകയാണ്. വീണ്ടും നമുക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ വെച്ച് കാണാം.
അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്കേതായാലും മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷവുമായി മൈഫിനത്തിലൂടെ വീണ്ടും കാണാം. അതുവരെ ടാറ്റ. MyFin TV. Download the app now.